അപ്പൊ എന്തായാലും ഇന്നത്തെ എപ്പിസോഡില് ആദ്യമായി വരാൻ പോകുന്നു ദേവസൂര്യ. വരട്ടെ ദേവസൂര്യ. ലെറ്റ്സ് വെൽക്കം ദേവസൂര്യ. ഹായ് ദേവസൂര്യ. ഹായ് ചേച്ചി, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം, ഇങ്ങനെ പോകുന്നു. ദേവസൂര്യ എന്ത് ചെയ്യുന്നു? സാർ ഞാനിപ്പോൾ +2 പഠിക്കുകയാണ്. എവിടെ? കോട്ടയം. കോട്ടയം. ഇന്ന് ഏത് പാട്ടാ പാടാൻ പോകുന്നത്? ഇന്ന് വാതിൽ പഴുതുലൂടെ. വണ്ടർഫുൾ വണ്ടർഫുൾ. അമ്മയാണല്ലേ കൂടെ വന്നിട്ടുള്ളത്? ഹായ് അമ്മേ. ദേവ ഇങ്ങനെ ഭയങ്കര ഇൻട്രോവേർട്ട് ആണ്, അധികം സംസാരിക്കൊന്നുമില്ല. പൊതുവെ സംസാരം കുറച്ച് കുറവാണ്. ആണോ? വികൃതിയാണോ ആള്? വലിയ പ്രശ്നമില്ല. പ്രശ്നമില്ല. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും പാട്ട് കേൾക്കാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. വാതിൽ പഴുതിയിലൂടെ മുന്നിൽ കുങ്കുമം വാരി വിതറും ത്രിസന്ധ്യ പോകേ, അതിലോലമിൻ ഇടനാഴിയിൽ നിൻ കളമധുരമാം കാലുച്ച കേട്ടു, മധുരമാം കാലുച്ച കേട്ടു. വാതിൽ പഴുതിയിലൂടെ മുന്നിൽ കുങ്കുമം വാരി വിതറും ത്രിസന്ധ്യ പോകേ, അതിലോലമിൻ ഇടനാഴിയിൽ നിൻ കളമധുരമാം കാലുച്ച കേട്ടു, മധുരമാം കാലുച്ച കേട്ടു. ഹൃദയത്തിൻ തന്തിയിലാരോ വിരൽ തൊടും മൃദുലമാം നിസ്വനം പോലെ, ഇലകളിൽ ജലകണം ഇറ്റു വീഴും പോലിൻ ഉയിരിൽ അമൃതം തളിച്ച പോലെ, തരളവിലോലം നിൻ കാലൊച്ച കേട്ടു ഞാൻ അറിയാതെ കോരിത്തരിച്ചുപോയി, അറിയാതെ കോരിത്തരിച്ചുപോയി. വാതിൽ പഴുതിയിലൂടെ മുന്നിൽ കുങ്കുമം വാരി വിതറും ത്രിസന്ധ്യ പോകേ, അതിലോലമിൻ ഇടനാഴിയിൽ നിൻ കളമധുരമാം കാലുച്ച കേട്ടു, മധുരമാം കാലുച്ച കേട്ടു. ഹിമബിന്ദു മുഖപടം ചാർത്തിയ പൂവിനെ മധുകരം നുകരാതെ ഉളറും പോലെ, അരിയ നിൻ കാലൊച്ച ചൊല്ലിയ മന്ത്രത്തിൻ പൊരുളറിയാതെ ഞാൻ നിന്നു, നിഴലുകൾ കളമെഴുതുന്നൊരിൻ മുന്നിൽ മറ്റൊരു സന്ധ്യയായി നീ വന്നു, മറ്റൊരു സന്ധ്യയായി നീ വന്നു. വാതിൽ പഴുതിയിലൂടെ മുന്നിൽ കുങ്കുമം വാരി വിതറും ത്രിസന്ധ്യ പോകേ, അതിലോലമിൻ ഇടനാഴിയിൽ നിൻ കളമധുരമാം
കേട്ടു മധുരമാം കാലൊച്ച കേട്ടു. ദേവാ എന്തോ ഒന്നും സംസാരിക്കില്ല അധികം, പക്ഷെ പാട്ട് എന്ത് രസമായിട്ടാ പാടുന്നേ ഇല്ലേ? ഭയങ്കര ഭംഗിയായിരുന്നു. താങ്ക് യു ചേച്ചി. അപ്പൊ നമുക്ക് ചോദിക്കാം. ചോദിക്കാം ശരത് സർ. ദേവസൂര്യ സർ. നല്ല പാട്ടാണ്. ആര് സെലക്ട് ചെയ്തു? സർ അത് അച്ഛൻ സെലക്ട് ചെയ്ത പാട്ട്. ആ, ബ്യൂട്ടിഫുൾ സെലക്ഷൻ. അച്ഛന് 100,012 മാർക്ക്. അച്ഛനാണ് എപ്പോഴും പാട്ട് സെലക്ട് ചെയ്യാറ്? അച്ഛനാണ് ഒരു എല്ലാ ഓഡീഷനൊക്കെ പാട്ട് സെലക്ട് ചെയ്യാറ്. എപ്പോഴും അച്ഛനാണ് പാട്ട് സെലക്ട് ചെയ്യാറ്. ഓ. അപ്പൊ ഇന്ന് അമ്മ മാത്രമേ വന്നുള്ളൂ അമ്മ കൂടെ? മാത്രമേ വന്നുള്ളൂ. അച്ഛൻ എവിടെ പോയി? അച്ഛൻ ലീവ് കിട്ടാത്തതിനാൽ വന്നില്ല. ഓ, എന്താ അച്ഛൻ എവിടെയാ വർക്ക് അച്ഛൻ ചെയ്യുന്നത്? അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റിലാണ്. ഓ നൈസ്. പക്ഷെ അച്ഛനല്ലേ ദേവസൂര്യയുടെ പാട്ട് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ആള്, അമ്മയെക്കാള്. അതെ. ആ, അപ്പൊ അച്ഛൻ വരണ്ടേ അല്ലേ? അച്ഛൻ വരേണ്ടതാണ്, വന്നില്ല. പാടം കയറുന്നതിന് മുന്നേ വിളിച്ചോ അച്ഛനെ? ഇല്ല, വിളിച്ചില്ല. അധികം അങ്ങനെ സംസാരം ഇല്ല. അതെന്താ? എന്താ? അല്ല അങ്ങനെയല്ല, എന്ന് വെച്ചാൽ സംസാരമുണ്ട്, എപ്പോഴും വിളിക്കാറൊന്നുമില്ല അങ്ങനെ. നിങ്ങൾ ഒരു വീട്ടിൽ തന്നെയല്ലേ താമസിക്കുന്നത്? പിന്നെ അതെ. അപ്പൊ സംസാരിക്കണ്ടേ? അപ്പൊ സംസാരിക്കണ്ടേ? സംസാരിക്കും, പക്ഷെ കുറവാണ്. അതെന്താ മോനെ അങ്ങനെ മിണ്ടാൻ അധികം ഇഷ്ടമില്ലാത്ത? സംസാരിക്കാത്ത എന്താ? മിണ്ടാൻ ഇഷ്ടമില്ലാത്തിട്ടല്ല, ആ. ഞാൻ പണ്ട് പോലെ അങ്ങനെയാണ്, അപ്പൊ ഇപ്പോഴും അങ്ങനെയാണ്. പണ്ട് ഇല്ല, മുതലേ നമ്മള് അങ്ങനെയാ. ഇല്ല, ഞാൻ ഒരൊറ്റ കാര്യം ചോദിക്കട്ടെ. നമുക്ക് നമ്മുടെ അച്ഛനും അമ്മയല്ലേ നമ്മുടെ ഫ്രണ്ട്സ് ആദ്യം, പിന്നല്ലേ ഉള്ളു നമ്മുടെ ബാക്കിയുള്ള ആളുകളൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത്. നമ്മളെല്ലാം ഷെയർ ചെയ്യുകയും നമുക്ക് അത്രയും. നീ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, അങ്ങോട്ടൊന്നും കൊടുക്കാതെ നിന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന രണ്ടുപേരാണ് അച്ഛനും അമ്മയും. നീ എന്ത് തെറ്റ് ചെയ്താലും അത് പൊറുക്കാൻ കഴിവുള്ളവരാണ് അമ്മയും അച്ഛനും, കേട്ടോ? അത് മനസ്സിലാക്കുക. ഇതിൻ്റെ അപ്പുറത്ത് ഒരു മനുഷ്യൻ സ്നേഹിക്കത്തില്ല. ഞാൻ എഴുതി വെച്ചോ നീ. മറ്റേ എല്ലാം നമ്മൾ അങ്ങോട്ടൊന്നോ ഒരു പാലം ഇട്ടാൽ ഇങ്ങോട്ടെന്നുള്ളതേ ഉള്ളൂ. നിന്നെ ഒരു വിധത്തിലും വിഷമിപ്പിക്കാതെ നല്ലതിന് വേണ്ടി മാത്രം നല്ല അഡ്വൈസ് ഒക്കെ. കാര്യം എല്ലാ മാതാപിതാക്കളുടെയും മനസ്സിലാതാണ് നമ്മുടെ മക്കൾ നന്നായിരിക്കണം, അവർക്കൊരു കുഴപ്പമില്ലാതിരിക്കണം. അങ്ങനെയാണ് എല്ലാ മാതാപിതാക്കളും വിചാരിക്കുന്നത്. അപ്പം അതാണ് എൻ്റെ ഒരു സത്യം. ഞാനും ഒരു അച്ഛനാണ്, അതുകൊണ്ടാണ് പറയുന്നത്. എനിക്ക് എൻ്റെ മകൾ നന്നായിരിക്കണം. ഞാനത് അതിനുവേണ്ടി എന്ത് സാക്രിഫൈസും ചെയ്യും ഞാൻ. അപ്പോൾ അത് അവൾക്കത് ഇഷ്ടമല്ലെങ്കിൽ നമ്മളത് ചെയ്യത്തില്ല, അതേ ഉള്ളൂ. അപ്പോൾ അത് ഒരു അച്ഛനും അമ്മയും തരുന്ന സ്നേഹം പോലും നിനക്ക് എവിടുന്ന് കിട്ടത്തില്ല മോനെ. അത് എഴുതി വെച്ചോ. അങ്ങനെ സംസാരിക്കാതിരിക്കുമല്ല, സംസാരിക്കും, പക്ഷെ അങ്ങനെ അധികം എക്സ്പ്രസീവ് അല്ല ആരും. ഞങ്ങൾ ആരും എക്സ്പ്രസീവ് അല്ല. എക്സ്പ്രസീവ് ആവണം. നമ്മൾ ചുമ്മാ എന്തെങ്കിലുമൊക്കെ ഡിസ്കസ് ചെയ്യണ്ടേ? പാട്ടിനെ പറ്റി സംസാരിക്കുക. അച്ഛനല്ലേ എല്ലാം സെലക്ട് ചെയ്തായിരുന്നു. അച്ഛനാണ് സെലക്ട്. അച്ഛാ വെരി ഗുഡ് അച്ഛാ, ബഹുത്ത് അച്ഛാ, കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യണ്ടേ? അച്ഛൻ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എങ്ങനെ ഉണ്ടായിരുന്നില്ല? ഇപ്പൊ അമ്മ ഇവിടെ ഇരുന്ന് കേൾക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ മോന് പാട്ട് സെലക്ട് ചെയ്തായിരുന്നു അച്ഛനാണ്. അപ്പൊ അച്ഛൻ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ നിനക്ക് എന്തായിരുന്നു ഇപ്പൊ ഒരു ഫീൽ? അല്ല, അങ്ങനെ പ്രത്യേകിച്ച് ഫീൽ ഒന്നുമില്ല. അച്ഛൻ അവിടെ ഇരിക്കും. മോനയുടെ ലൈഫ് വളരെ ഷോർട്ടാണ്, അതെ. ചെറിയ ജീവിതമാണ്. അതെ. നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാരുടെ അടുത്ത് നമ്മളുടെ ഇഷ്ടം നമ്മൾ പറഞ്ഞില്ലെങ്കിൽ, നമ്മൾ അവരോട് മിണ്ടിയില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒന്നും നേടാനില്ല, അതിലപ്പുറമൊന്നും ഇല്ല. നമ്മുടെ ആ ലൈഫ് ഹാപ്പി ആയിട്ട് അവരുടെ കൂടെ ഉള്ളവരുടെ കൂടെ ഹാപ്പിയായി ജീവിക്കുക എന്നുള്ളതാണ്. സംസാരിക്കണം, കമ്മ്യൂണിക്കേഷൻ മസ്റ്റാണ്, പ്രകടിപ്പിക്കണം. ദേവസൂര്യ, നമ്മളിപ്പോ ജീവിക്കുന്ന കാലഘട്ടം എന്ന് പറയുന്നത് ഇന്ന് കാണുന്ന ആളെ നാളെ കാണുന്നില്ല എന്ന് പറഞ്ഞ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കണം. അതുകൊണ്ട് എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛനെ കെട്ടിപ്പിടിക്കുക, ഉമ്മ കൊടുക്കുക, കേട്ടോ? അതാണ് വേണ്ടത്, അതാണ് പ്രധാനമായിട്ടും വേണ്ട. അപ്പൊ ചെയ്തോ. സൂപ്പർ. അത് കാണാൻ തന്നെ എന്ത് ചന്താണ്. ആഹാ, മനസ്സ് നിറഞ്ഞു. നമസ്കാരം സാറേ. നമസ്കാരം. ഒത്തിരി നാളുകളായിട്ട് ആഗ്രഹമുള്ള ഒരു കാര്യമാണ് ഇപ്പം നടന്നത്. ഒത്തിരി നാളായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് സാർ, ഒരു കെട്ടിപ്പിടുത്തവും ഒരു ഉമ്മ കൊടുക്കലും. അത് ഒരു വീട്ടിൽ താമസിക്കുന്ന ആളുകൾ ഒരു വീട്ടിലാണെങ്കിൽ പോലും ഒത്തിരി സംസാരം വളരെ കുറവാണ്. ഒട്ടും എക്സ്പ്രസീവ് അല്ല. പക്ഷെ എന്തായാലും ഉള്ളിന്റെ ഉള്ളിൽ സ്നേഹമുണ്ട്, പക്ഷെ അത് പ്രകടിപ്പിക്കുന്നില്ല. എനിക്കും പെട്ടെന്ന് ഇങ്ങനെ ഒത്തിരി ഇങ്ങനെ പല കാര്യങ്ങൾ പറയുമ്പോൾ എനിക്ക് ദേഷ്യം വരും. എന്നാലും പിന്നെ ഒരു ഇഷ്യൂലോട്ട് പോകണ്ടെന്ന് വെച്ച് അങ്ങനെ അത് ഒഴിവാക്കുകയാണ് പതിവ്. അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. ഇനി അങ്ങോട്ട് സന്തോഷത്തിന്റെ ദിനങ്ങളായിരിക്കണം നിങ്ങളുടെ കുടുംബത്തിൽ, കേട്ടോ? ഒരു കാര്യം ചെയ്യ്, അമ്മയും കൂടി വിളിച്ചോ. അമ്മയും കൂടെ വരൂ. അമ്മ എവിടെ?
കെട്ടിപ്പിടിച്ചോ. ചോ. ആ ഒരു കുടുംബ സ്നേഹം ഞങ്ങൾ അതെ, family കാണണം. reunion. കുറെ നാളായില്ലേ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തെന്നൊക്കെ പറഞ്ഞിട്ട്, അപ്പൊ അതൊന്ന് കാണട്ടെ. നടുക്ക് നിന്നേ, ദേവൻ നടുക്ക് നിക്ക്, അച്ഛനും അമ്മയും അപ്പുറത്ത് ഇപ്പുറത്ത് നിക്ക്. ആ കവിളത്ത് അങ്ങ് ഒരു ഉമ്മ കൊടുത്ത എല്ലാരും കൂടെ. ആഹാ, എന്ത് രസാടാ. അതെ. ഇതാണ് കുടുംബം എന്ന് പറയുന്നത്. എന്താണ് കുടുംബം? ഇൻപം ഉണ്ടാവുന്നതാണ് കുടുംബം. കാര്യം അത് എവിടെയും കിട്ടത്തില്ല മോനെ. ഇത് നിനക്ക് ഇത്രയും സ്നേഹം വേറെ ഒരു മനുഷ്യൻ തരത്തില്ല. ഇന്ന് മുതല് അച്ഛൻ ഇനി പാടാൻ വരുമ്പോഴൊക്കെ അച്ഛന് വരണം. അതെ, നമുക്ക് വാക്ക് തരണം. ദേവൻ ഇവിടെ വാക്ക് തരണം. ഇവിടെ അച്ഛൻ വന്ന് അച്ഛനും അമ്മയും അച്ഛൻ ഉണ്ടാവണം. വന്നിട്ട് ഈ കെട്ടിപ്പിടുത്ത ഉമ്മ വയ്ക്കൽ നമ്മൾ ഇനി കാണണം. അതെ, എപ്പോഴും ഇവ പാടിയില്ലല്ലോ കുഴപ്പമില്ല. ഇവിടെ അത് കെട്ടിപ്പിടിക്കുക, ഉമ്മ അത് കൊടുക്കുക. കുറെ ഉറപ്പാണോ? സന്തോഷം. വാക്കുതാ. ഉറപ്പാണ്. അമ്മയ്ക്ക് എന്താ ഇപ്പൊ ഒരു മൊമെന്റ് ഇതിപ്പോ ഇങ്ങനെ നടന്നല്ലേ? വളരെ വളരെ സന്തോഷം. ദേവസൂര്യ, ഇത് ഞാൻ അച്ഛനോട് കൂടിയിട്ടാണ് പറയുന്നത്. ഇപ്പം ദേവസൂര്യൻ എന്താ വീട്ടിൽ നിന്ന് വിളിക്കണേ? ദേവൻ. അപ്പം നമ്മളും ദേവ തന്നെ വിളിക്കാം. ദേവ, എനിക്കിപ്പോൾ എൻ്റെ മമ്മീനോട് എന്ത് വേണമെങ്കിലും തുറന്നു പറയാം, എനിക്ക് എൻ്റെ ഡാഡിനോട് എന്ത് വേണമെങ്കിലും തുറന്നു പറയാം. അത് അവർ ആക്സെപ്റ്റ് ചെയ്യുന്നത് ജഡ്ജ്മെൻ്റൽ ആയിട്ടല്ല. ബാക്കി ഫ്രണ്ട്സ് ചിലപ്പോൾ ജഡ്ജ് ചെയ്യും, അല്ലെങ്കിൽ പിന്നെ വേറെ റിലേഷൻഷിപ്സ് ഉണ്ടെങ്കിൽ അത് ചിലപ്പം അവർ ചിലപ്പം ജഡ്ജ് ചെയ്യും. എന്തെങ്കിലും ഒരു കാര്യം ഫുൾ ടൈം ജഡ്ജ് ചെയ്യും. ജഡ്ജ്മെൻ്റൽ അല്ലാതെ നിന്റെ കാര്യങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുന്ന എന്നിട്ട് കറക്റ്റ് ചെയ്യുന്ന രണ്ടാൾക്കാർ ഇവർ രണ്ടുപേരും മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. ഒരു വീട്ടിനകത്ത് കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ്. അതുകൊണ്ട് ഇൻട്രോവേർട്ട് സ്വഭാവം ഇവിടുന്ന് മിക്കവാറും നമ്മൾ മാറ്റിത്തരും. അതെ, നമ്മളെ ഇഷ്ടമുള്ള ആൾക്കാരാണ് കൂടെ ഉള്ളത്. മോന്റെ അച്ഛനും അമ്മയല്ലേ? അപ്പൊ ഇഷ്ടമുള്ള വ്യക്തികളോട് മിണ്ടാതിരിക്കുമ്പോൾ അതൊരു വല്ലാത്തൊരു വേദനയാണ്. അവരോട് ദേഷ്യപ്പെടുന്നതിനേക്കാൾ കൂടുതൽ വേദനയാണ് മിണ്ടാതിരിക്കുന്നതും. അവരുടെ മനസ്സ് വല്ലാണ്ട് വേദനിക്കും. നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം ഗുരുത്വമാണ്. അത് അച്ഛൻ്റെ അമ്മയുടെ അടുത്തു നിന്നാണ് കിട്ടുന്നത് ആദ്യം. മോനെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താ? ഈ അച്ഛനും അമ്മയും മോനെ അത്ര ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു വേദിയിൽ വന്നിട്ട് മോനെ ഒന്ന് കെട്ടിപ്പിടിക്കണം എന്ന ആഗ്രഹം ഉള്ളിൽ കൊണ്ട് നടക്കുകയാണ് അച്ഛൻ. അതിവിടെ വന്ന് പറയണമെന്നുണ്ടെങ്കിൽ എന്തുമാത്രം വേദന ഉണ്ടാവും. നമ്മളെ വീട്ടിലുള്ള കാര്യമൊന്നും നമ്മൾ പുറത്ത് പറയാൻ ആഗ്രഹിക്കില്ല. പക്ഷെ അത് ഇവിടെ എങ്കിലും അത് സാധിച്ചല്ലോ എന്നുള്ളൊരു സന്തോഷം കൊണ്ടാണ് അച്ഛൻ നിൽക്കുന്നത്. അപ്പം എന്തുമാത്രം വിഷമം ഇത്രയും വർഷം ഉള്ളിൽ കൊണ്ട് നടക്കുമായിരുന്നു അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അവരുടെ വിഷമം മനസ്സിലാക്കുമ്പോൾ നമ്മളായിട്ട് പോയി മിണ്ടണം. അച്ഛന് ദേഷ്യമാണെങ്കിൽ ദേഷ്യപ്പെടട്ടെ, അച്ഛന് ദേഷ്യപ്പെടാനുള്ള അവകാശമുണ്ട്. അച്ഛനല്ലേ? അപ്പൊ മോനാണ് അതിൽ ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് അച്ഛാ വിഷമിക്കണ്ട, അല്ല അച്ഛാ ഇങ്ങനെ അച്ഛൻ ചീത്ത പറഞ്ഞോട്ടെ, സാരില്ല. അത് നമുക്ക് അനുഗ്രഹമായിട്ടേ വരുള്ളൂ. ഒരിക്കലും അത് ഒരു ദോഷം ചെയ്യില്ല. സംഗീതം ഉള്ളിലുള്ള ആളല്ലേ. അപ്പൊ ഒരിക്കലും ആ ഒരു വൈരാഗ്യവും വിദ്വേഷവും ഒന്നും മനസ്സിൽ വെക്കരുത്. മനസ്സിൽ സൂക്ഷിച്ചു വെക്കാനുള്ള മൊമെന്റ്സ് ഉണ്ടാക്കി വെക്കണം. നമ്മൾ എപ്പോഴും സ്നേഹം മനസ്സിൽ സൂക്ഷിക്കുക, അത് പ്രകടിപ്പിക്കുക. അതെ, കാരണം പോയി കഴിഞ്ഞിട്ട് പിന്നെ റിഗ്രറ്റ് ചെയ്തിട്ട് യാതൊരു കാര്യമില്ല. ഗോഡ് ബ്ലെസ് ഓൾ ഓഫ് യു. അപ്പൊ അച്ഛൻ സെലക്ട് ചെയ്ത പാട്ട് കേട്ടോ? ദേവൻ പാടുന്നേ കേട്ടു. എങ്ങനെ പാടി? നന്നായി പാടിയെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പൊ എന്തായാലും ഇനി ഒറ്റയ്ക്ക് അമ്മയായിട്ട് മാത്രമൊന്നുമില്ല, 3 പേരും കൂടെ ഒന്നിച്ചിരുന്നുള്ള ചർച്ച മാത്രം മതി. ഓക്കെ, അപ്പൊ ഒന്നുകൂടെ ഒന്ന് കെട്ടിപ്പിടിച്ച് അത് കണ്ടിട്ട് നമ്മളങ്ങ് വിടാം. യെസ്, ഇനി ഇതൊരു ശീലമാക്കണം. രാവിലെ എഴുന്നേൽക്കുന്നു, കെട്ടിപ്പിടിക്കുന്നു, ഉമ്മ വയ്ക്കുന്നു. ഓക്കെ, അപ്പൊ അച്ഛനും അമ്മയും ദാ ഇനി അവിടെ പോയിരുന്നോ, നമുക്ക് ജഡ്ജ്മെന്റ് കേൾക്കാം. ശരത് സർ, യു കണ്ടിന്യൂ. യെസ് ദേവാ, നന്നായിട്ട് പാടി കേട്ടോ. താങ്ക് യു സർ. ഇനിയിപ്പോ അച്ഛനെയൊക്കെ കെട്ടിപ്പിടിച്ചതിന് ശേഷം ഇനി നിനക്ക് വെച്ചടി മുന്നേറ്റം തകർക്കും കേട്ടോ. ഓൾ ദി ബെസ്റ്റ് ദേവാ. താങ്ക് യു സർ. താങ്ക് യു ശരത് സർ. ചേച്ചി. ദേവാ, യെസ് മാം. നല്ല പാട്ട് സെലക്ഷൻ, അച്ഛന് കൊടുക്കുന്നു അതിന് മാർക്ക്. അതുപോലെ മനോഹരമായിട്ട് പാടി. അച്ഛനെയും അമ്മേനെയും കാല് തൊട്ട് വന്നിച്ചു കഴിഞ്ഞാൽ പിന്നെ സംഗീതം നമുക്ക് ദൈവം അങ്ങ് തരും. ദൈവത്തിനെ വിളിക്കാതെ അത് നടക്കില്ല. സോ ഗോഡ് ബ്ലെസ് യുടാ. ഇത് നല്ല സെലക്ഷനാണ്, നന്നായിട്ട് പാടി. ഇതിൽ പ്രത്യേകിച്ച് വേറെ ഒന്നും പറയാനില്ല. ആ ശ്രുതിയുടെ ഒരു പ്രശ്നം മാത്രമേ തോന്നിയിട്ടുള്ളൂ. അത് പക്ഷെ അത് നല്ലോണം ഒന്ന് പ്രാക്ടീസ് ചെയ്താലേ മാറുള്ളൂ. ഓക്കെ, അതർവൈസ് വെരി ഗുഡ് വോയിസ്. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു ചേച്ചി. ഷാനിക്ക. ദേവാ സർ, നന്നായിട്ട് തന്നെ പാടിയടാ. താങ്ക് യു സർ. ഞാൻ പറഞ്ഞു, ഇപ്പം നിങ്ങളുടെ ഫസ്റ്റ് പെർഫോമൻസ് ആണ്, നിങ്ങളുടെ ജേർണി തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പൊ ഇനി അങ്ങോട്ടേക്ക് പ്രാക്ടീസും കൂടെ വേണം. അത്രേ ഉള്ളൂടാ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു ഷാനിക്ക. ഓക്കെ,
ദേവന്റെ മാർക്സ്. ദേവൻ, ഈ ഒരു പെർഫോമൻസിന് അറിയാലോ കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്, ശരിയാക്കി എടുക്കണം. ഓക്കെ, ഫോർ ദിസ് പെർഫോമൻസ് 7.8. താങ്ക് യു. താങ്ക് യു. ശരത് സർ 7.7. താങ്ക് യു സർ. ഷാനിക്ക 7.7. താങ്ക് യു സർ. ഓക്കെ, സോ ടോട്ടൽ 23.2. നമുക്ക് തിരിച്ചു പിടിക്കണം. ഹാപ്പി അല്ലേ?